ഒരുപാട് വൈകി. ഇവളെവിടെ പോയി? വന്നാ തോന്നുന്ന. കമ്മിങ്. വെൽക്കം. നീ ആരാടാ? അവിടെ മാറിക്കടാ. എന്ത്? ചെന്ന് കോർപ്പറേറ്റുകാരനെ വിളിച്ചോണ്ട് പോവാ. ഞാനാടോ അത്? താനോ? അപ്പോ തീപ്പെട്ടിതാ. തീപ്പെട്ടിയോ? കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരോട് ഇത്ര പോലും കോർപ്പറേറ്റ് ചെയ്യില്ലേ? ഓ, പൂജ നടക്കുന്ന സമയത്ത് കരടിയെപ്പോലെ. തീപ്പെട്ടി എടുത്തോണ്ട് വാടാ. അല്ല, ഇതെന്താ കോട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ നിർത്തിയാണ് സംസാരിപ്പിക്കുന്നത്? നിന്നിട്ട് എന്തിനാ സംസാരിക്കുന്നത്? വരൂ, ഇരിക്കൂ. ഈ സമയത്ത് വലിഞ്ഞു കയറി. എടോ, പുറത്ത് നോ സ്മോക്കിംഗ് ബോർഡ് കണ്ടില്ലേ? അതുകൊണ്ട് തന്നെയാ അകത്ത് വന്ന് വലിക്കുന്നത്. അകത്തൊന്ന് വലിക്കുന്നു? എന്താടോ തന്റെ പ്രശ്നം? തന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കണം. എന്ത് പേഴ്സണൽ ആണെങ്കിലും രാവിലെ സംസാരിക്കാൻ. താമ്പോ എവിടെ വെച്ച് മീറ്റ് ചെയ്യും? തന്റെ അഡ്രസ് ആദ്യം താ. അവൾ അയച്ച ആളാണോ ഇവൻ? ഇവന്റെ കഥ ആദ്യം തീർക്കാം. എടാ, ഇവനൊന്ന് അടിച്ചു ഒതുക്കടാ. വാടാ, വന്ന് അടിച്ചു നോക്ക്. അടി വാങ്ങാനായിട്ട് ആദ്യം ആരും ഒന്നാലും കുഴപ്പമില്ല. ശരി, എല്ലാരും ഒരുമിച്ച് പോരെ. ഞാൻ പോയില്ല, നീ വയ്ക്കും. ശരിയടാ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ ഒരു പടി ഇറങ്ങി വരാം. അതൊക്കെ അല്ലേ? ചേട്ടാ വിട്ടേ കേട്ടാ, എന്റെ മുടി കൊഴിഞ്ഞു പോകും ചേട്ടാ. കല്യാണം പോലെ കല്യാണത്തിന് ശേഷം കൊഴിഞ്ഞു പോടാ. നീ എന്താ അടിക്കുന്ന മുമ്പ് വീണത്? ചേട്ടാ അടിച്ചതിന് ശേഷം എന്തായാലും വീണല്ലോ. എന്റെ ലോജിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് പേടിയായിട്ടാണോ നീ കത്തിയെടുത്ത് വന്നത്? ഇതാ ഡോക്യുമെന്റ്സ്. ഡോക്യുമെന്റ്സ് തന്നിട്ട് എന്തിനാ അടിക്കുന്നത്? ഡോക്യുമെന്റ്സ് എടുത്തത് കൊണ്ട്. പോയിട്ട് വരാവേ. പോയിട്ട് വരണമെന്നില്ല. അത്ര പെട്ടെന്ന് ഡോക്യുമെന്റ്സ് തിരിച്ചു തന്നോ? ഇതുപോലുള്ള ജോലിയൊക്കെ അത്ര ഈസിയായിട്ട് നടക്കില്ല. അതും പവറുള്ള പൊളിറ്റീഷ്യൻ എടുത്തുനിന്ന് അത്ര എളുപ്പമല്ല. എന്ത് ചെയ്തിട്ട് അവര് തിരിച്ചു തന്നെ? 10 മിനിറ്റ് മസാജ് ചെയ്തു, അപ്പൊ കിട്ടി. എങ്ങനെയാണെങ്കിലും എന്താ സർ, ഡോക്യുമെന്റ്സ് തിരിച്ചു കിട്ടിയില്ലേ? താങ്ക് യു. എന്താ ഇത്? ഞാൻ ഈ ചില്ലറയ്ക്ക് വേണ്ടിയാണ് ഇത്ര നേരം കഷ്ടപ്പെട്ടത്. എപ്പോഴെങ്കിലും എന്റെ ആവശ്യം വന്നാൽ ഫോൺ ചെയ്യേ. കുറച്ച് കാശ് റെഡിയാക്കിയിട്ട് കോൾ ചെയ്യേ.